നമസ്കാരം. സവിശേഷതകളാൽ സമ്പന്നമാണ് ഇക്കുറി കൊല്ലത്തെ അങ്കത്തട്ട് എന്ന് പറയപ്പെടുന്നത്. ഹാട്രിക് മോഹവുമായിട്ട് അവിടെ ഇറങ്ങുന്നത് ആരാണെന്നറിയാമല്ലോ, RSPയിലെ NK പ്രേമചന്ദ്രൻ. മറ്റൊന്ന് അട്ടിമറി വിജയം സ്വപ്നം കണ്ടുകൊണ്ടെത്തുന്നത് CPMലെ നടൻ കൂടിയായ MLA കൂടിയായ M മുകേഷ്. മോദി ഗ്യാരണ്ടിയിൽ വിജയപ്രതീക്ഷയുമായി NDയിലെ G കൃഷ്ണകുമാറും കൊല്ലത്തുണ്ട്. പാർലമെൻറ്റിലെ മിന്നും താരം എന്ന ഖ്യാതി, ആ ഖ്യാതി നേടിയ പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടുവാൻ CPMനും BJPക്കും കഴിയുമോ? CPMും BJPയും അതുകൊണ്ട് തന്നെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അറിയപ്പെടുന്ന സിനിമാ താരങ്ങളെയാണ്. CPMൻ്റെ സിനിമാ താരം എന്ന് പറയപ്പെടുന്ന MLA കൂടിയായിട്ടുള്ള മുകേഷാണ്. സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും മാറ്റുരയ്ക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി കൊല്ലത്തിനുണ്ട്. അതാണ് ഒരു ആകർഷണമായി പറയാൻ കഴിയുന്നത്. പ്രേമേന്ദ്രൻ ഇത് 5ാം അംഗമാണ്. 1996ലും 98ലും അദ്ദേഹം LDFൻ്റെ ബാനറിൽ കൊടിപാറിച്ച വ്യക്തിത്വമാണ് കേട്ടോ. RSPയുടെ മുന്നണി മാറ്റത്തോടെയാണ് പ്രേമേന്ദ്രൻ 2014ലും 2019ലും UDF ലേബലിൽ മത്സരിച്ചുകൊണ്ട് ദശിംഗനാട്ടിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 തവണയും പ്രേമേന്ദ്രൻ CPMൻ്റെ കരുത്തരായിട്ടുള്ള MA ബേബിയെയും ഒപ്പം തന്നെ KN ബാലഗോപാലിനെയുമാണ് തറ പറ്റിച്ചത് എന്നുള്ളതാണ്. അട്ടിമറി വിജയങ്ങളായിരുന്നു അതെല്ലാം. കൊല്ലത്തിൻ്റെ സ്വന്തം പുത്രനായി NK പ്രേമേന്ദ്രൻ മാറി. അതുകൊണ്ട് തന്നെ കൊല്ലത്തിക്കുറി ജയിക്കുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്, അഭിമാന പോരാട്ടമാണ് എന്ന് പറയാതിരിക്കാം. അതിനാണ് അവർ മുകേഷിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്താൻ മുകേഷിനൊരു മുഖവരയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് മുഖവര വേണ്ട എന്നത് തന്നെയാണ് CPM അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ യോഗ്യതയായി പറയുന്നത്. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥി ദുർബലനാണ് എന്നുള്ളൊരു ആക്ഷേപം കൊല്ലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ കളത്തിലിറങ്ങിയതോടുകൂടി, കൃഷ്ണകുമാർ ഇപ്പോൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു, അതോടുകൂടി അത്തരം പോരായ്മകളൊക്കെ ഇപ്പോൾ അസ്ഥാനത്തായി എന്നാണ് NDAയുടെ വാദം. കണക്കും കണക്കുകൂട്ടലുകളുമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം എന്ന് പറയപ്പെടുന്നത്. ഇത്തവണ തങ്ങളുടെ വോട്ട് വിഹിതം കൂടുമെന്ന് തന്നെയാണ് മുന്നണികൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്തരത്തിലുള്ള ചില കണക്കിലെ കളികൾ തന്നെയുണ്ട്. 2019ലെ തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രന് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നത്, അതായത് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഭൂരിപക്ഷം, അതായത് 1,48,856 വോട്ടുകൾ. ഇത്തരമൊരു മൃഗീയ ഭൂരിപക്ഷം അവർക്ക് സമ്മാനിച്ചത് എന്ന് പറയപ്പെടുന്ന രാഹുൽ എഫക്റ്റ്, അതും ഒപ്പം തന്നെ ശബരിമല വിഷയമാണ്. ഇതാണ് LDFൻ്റെ വിലയിരുത്തലാണ്. ഇതിങ്ങനെ ആയിരിക്കാം ഇത്രയും വോട്ടുകൾ ലഭിച്ചതെന്ന്. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെയുള്ള എല്ലായിടത്തും വിജയിച്ച് കയറിയത് പക്ഷേ LDF ആണ്. ആറിടത്തും കൂടി അവർക്ക് ഏകദേശം 1,03,753 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ്റെ മഹാഭൂരിപക്ഷത്തെ മറികടക്കാൻ എളുപ്പമാണ് എന്നാണ് LDFൻ്റെ കണക്കുകൂട്ടലുകൾ എന്ന് പറയപ്പെടുന്നത് കൊല്ലവുമായി ബന്ധപ്പെട്ടിട്ട്. ഒപ്പം ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടൊഴുക്ക്, ഒരു പ്രത്യേക തരത്തിൽ വോട്ടൊഴുക്കുണ്ട്, അതവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യത. അതിനുള്ള ഹോംവർക്കുകളുടെ ഒക്കെ അവിടെ LDF തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി സുപരിചിതനല്ലാതായിരുന്നിട്ട് പോലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ NDA എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് ലഭിച്ചത് 1,03,339 വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. ഇക്കുറി അത് ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്നാണ് BJP നേതൃത്വം തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ജയമല്ല, പകരം കൂടുതൽ വോട്ട് നേടും. രാഷ്ട്രീയവും വ്യക്തിപരവുമായ സാഹചര്യങ്ങൾ അത് ഏറെ അനുകൂലമായതിനാൽ തന്നെ പ്രേമചന്ദ്രന് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട്. UDF അത്തരത്തിൽ തന്നെ വെച്ച് പുലർത്തുകയുമാണ്. പക്ഷെ മാത്രമല്ല, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും UDF ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഘടകമാണ് കൊല്ലത്തിന്. പ്രത്യേകിച്ചും കണക്കിലെ കാര്യങ്ങൾ ഇതാണെങ്കിലും ചില സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങൾ കൂടി ഉണ്ട് കൊല്ലത്തിന്. ഇക്കുറി കൊല്ലത്തെ വിധി നിർണയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്നത് ഈ സാമുദായിക സമവാക്യങ്ങളാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കേട്ടോ. വളരെ വലിയ വെല്ലുവിളികൾ വികസനവുമായി ബന്ധപ്പെട്ട് നേരിടുന്നു. ദേശീയ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് ഇത്തവണ ചർച്ചാ വിഷയങ്ങളാവുന്നതും കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളതാണ്. റെയിൽവേ, ഹൈവേ, റോഡ്, ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ 10 വർഷത്തിനിടെ NK പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന വികസനങ്ങളാണ് UDFൻ്റെ തുറുപ്പുചീട്ട് എന്ന് പറയപ്പെടുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 1,748 കോടിയുടെ വികസനം മുകേഷ് എത്തിച്ചു എന്നതാണ് LDFൻ്റെ അവകാശവാദമായി പറയുന്നത്. ഒപ്പം വന്നാൽ ഓരോ വികസനവും
തൊട്ടു കാണിക്കാമെന്ന വെല്ലുവിളി, അത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ കൂടി മുകേഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിലൊക്കെ പരസ്യ സംവാദത്തിനൊക്കെ തയ്യാറാണ് എന്ന് UDFും പ്രഖ്യാപിച്ചതോടുകൂടി സംഗതി ഒരല്പം ജോറായ മട്ടാണ് കൊല്ലത്ത്. കാരണം വികസനങ്ങൾ തൊട്ടു കാണിക്കേണ്ട ആവശ്യമുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വരുന്ന 432 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. കശുവണ്ടി മേഖലയിലടക്കം കൊല്ലത്തിൻ്റെ വ്യവസായ മുരടിപ്പിന് കാരണക്കാർ LDFും UDFുമാണ് എന്ന് പറഞ്ഞു വെക്കാൻ NDA ശ്രമിക്കുന്നുണ്ട്. NDAയുടെ ആരോപണങ്ങൾ അത്തരത്തിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളൊന്ന് വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ NK പ്രേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന RSPയുടെ നേതാവ് UDFിൻ്റെ പാനലിൽ 4,99,677 വോട്ടുകൾ, KN ബാലഗോപാൽ CPM 3,50,821, KV സാബു BJP 1,03,339 വോട്ട്, ഭൂരിപക്ഷം 1,48,856. അതേസമയം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നോക്കിക്കഴിഞ്ഞാൽ ചവറ നിയോജക മണ്ഡലത്തിൽ സുജിത് വിജയൻപിള്ള CPMൻ്റെ സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് മത്സരിച്ച വ്യക്തി നേടിയത് 63,282 വോട്ടുകൾ. ഷിബു ബേബി ജോൺ നേടിയത് RSPയുടെ സ്ഥാനാർത്ഥി 62,186 വോട്ടുകൾ. വിവേക് ഗോപൻ BJPയുടെ 14,211, ഭൂരിപക്ഷം 1,096. കൊല്ലത്താണെങ്കിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 56,452 വോട്ടുകൾ നേടി. മുകേഷ് അവിടെ 58,524 വോട്ടുകളും, BJPയുടെ സുനിൽ 14,252, ഭൂരിപക്ഷം 2,072. മറ്റൊന്ന് ഇരവിപുരം മണ്ഡലമാണ്. അവിടെ M നൌഷാദ് CPMൻ്റെ 71,573, ബാബു ദിവാകരൻ RSPയുടെ സ്ഥാനാർത്ഥി 43,452, രഞ്ജിത്ത് രവീന്ദ്രൻ 8,468 വോട്ട്, ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത് 28,121. ഇനി ചാത്തന്നൂർ മണ്ഡലത്തിൽ വന്നാൽ അവിടെ GS ജയലാലാണ് CPIയുടെ സ്ഥാനാർത്ഥി 59,296 വോട്ടുകൾ നേടി വിജയിച്ചു. പീതാംബരക്കുറുപ്പ് കോൺഗ്രസിൻ്റെ 34,280 വോട്ടും, BB ഗോപകുമാർ BJPയുടെ 42,90 വോട്ടും നേടി, ഭൂരിപക്ഷം 17,206 വോട്ടുകളാണ്. ഇനി അടുത്ത കുണ്ടറയിലേക്ക് വരികയാണെങ്കിൽ അവിടെ PC വിഷ്ണുദാസാണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചത്. വിഷ്ണുനാഥ് 76,405 വോട്ടും, മേഴ്സിക്കുട്ടി അമ്മ CPMൻ്റെ 71,882 വോട്ടും, മനജ വിദ്യാധരൻ BDJSൻ്റെ 6,100 വോട്ടും നേടി. അങ്ങനെ ഭൂരിപക്ഷം നേടിയത് 4,523 ആണ്. ഇനി മറ്റൊന്ന് പുനലൂരിലാണ്. പുനലൂരിൽ സുപാലായിരുന്നു, PS സുപാൽ CPIയുടെ 80,428, അബ്ദുൾ റഹ്മാൻ രണ്ടത്താടി മുസ്ലിം ലീഗിൻ്റെ 43,371. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആയൂർ മുരളിയായിരുന്നു 20,069, 37,057 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു CPI. ചടയമംഗലത്ത് ചിഞ്ചുറാണി CPIയുടെ സ്ഥാനാർത്ഥി 67,252, MM നസീർ കോൺഗ്രസിൻ്റെ 53,574, വിഷ്ണു പട്ടത്താനം BJPയുടെ 22,238, 13,678 വോട്ടുകൾക്കാണ് ഭൂരിപക്ഷത്തിലാണ് ചിഞ്ചുറാണി ചടയമംഗലത്ത് വിജയിച്ചു കയറുന്നത്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളുടെയും സവിശേഷതകളിലൂടെ പോയി കഴിഞ്ഞാൽ കൊല്ലമെന്ന് പറയപ്പെടുന്നത് വളരെ സവിശേഷത കൊണ്ട് നിറഞ്ഞ മണ്ഡലമാണ് എന്ന് പറയേണ്ടി വരും. ഓരോ മണ്ഡലത്തിലും ഞാനതാണ് കണക്കുകൾ സഹിതം പറയുവാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതായത് കൊല്ലം പോലൊരു ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 എണ്ണത്തിൽ 6 LDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. കുണ്ടറ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് അല്ലെങ്കിൽ UDFിന് ലഭിച്ചത് എന്നുള്ളതാണ്. 1,48,856 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയാണ് NK പ്രേമേന്ദ്രൻ. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി KN ബാലഗോപാൽ, അതായത് CPMൻ്റെ സ്ഥാനാർത്ഥി ബാലഗോപാലിനെ അന്ന് 1,48,856 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അദ്ദേഹം 2019 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ 2021 തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, കുണ്ടറ, കൂടാതെ പുനലൂർ, ചടയമംഗലം, ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ നിയമസഭാ മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെ PC വിഷ്ണുനാഥ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഒഴിച്ച് മറ്റാരും തന്നെ വിജയിച്ചില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ നേതാവിന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നതിന് 4,523 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കുണ്ടറയിൽ നിന്ന് PC വിഷ്ണുനാഥ് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചു കയറിയത്. പക്ഷേ അന്ന് 2019 NK പ്രേമേന്ദ്രന് 1,48,000-ത്തിലധികം വോട്ടുകൾ, 1,48,856 വോട്ടുകൾ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴിച്ച് ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും LDF വിജയിച്ചു കയറി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥി നിർണയങ്ങൾ എന്ന് പറയപ്പെടുന്ന പൂർത്തീകരിക്കപ്പെടുകയും സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത് സ്ഥിരപരിചിതരാണ് എന്ന് പറയപ്പെടുകയും ചെയ്തൊരു സാഹചര്യം. അതായത് NK പ്രേമേന്ദ്രൻ കഴിഞ്ഞ 5 തവണയായി അവിടെ മത്സരിക്കുന്ന വ്യക്തിത്വമാണ്. 96-ലും 98-ലും 2014-ലും 2019-ലുമൊക്കെ
ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവായി മാറിയ ഒരു നേതാവാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയാം. വളരെ വലിയൊരു വാഗ്മി കൂടിയാണ് അദ്ദേഹം. അതിൻ്റെ എല്ലാ സവിശേഷതകളും സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ. വിജയസാധ്യത കൂടുതലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തിൻ്റെ എന്ന് പറയാം. മറ്റൊന്ന് മുകേഷാണ്. മുകേഷ് CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മുകേഷ് എന്ന് പറയാം. സിനിമാ നടൻ കൂടി ആയതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ചേരുകയും ചെയ്യും. രാഷ്ട്രീയ കളരിയിൽ അദ്ദേഹം എത്രത്തോളം ശോഭിക്കുന്നു എന്നുള്ളത് പക്ഷേ നിയമസഭയിൽ 2 പ്രാവശ്യം MLA ആയിട്ടും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. LDFൻ്റെ ബാനറിൽ വിജയിക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അത് കാരണം ഈ കൊല്ലം പോലൊരു നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറുക എന്ന് പറയപ്പെടുന്നത്, കാരണം കൊല്ലം എന്ന് പറയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലൊന്നാണ്. അവിടെ നിന്ന് വിജയിച്ച് കയറാൻ മുകേഷിനായില്ലെങ്കിൽ മുകേഷിന് പിന്നെ ഒരിടത്തും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ MLAയുടെ ചടുലമായിട്ടുള്ള സംഭാഷണങ്ങളോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൃത്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകളോ ഒന്നും തന്നെ മുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളോട് അടുത്തിടപഴകാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് മുകേഷ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ വിജയസാധ്യത വളരെ കുറവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനോട് ഇത്തരത്തിൽ മുഖാമുഖം ഫൈറ്റ് ചെയ്യുമ്പോൾ, അംഗം കുറിക്കുമ്പോൾ വിജയസാധ്യത അവിടെ പ്രേമേന്ദ്രനാണ് എന്ന് പറയുന്നതിൽ ശങ്കയ്ക്കിടയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മൂന്നാമതായി എത്തുന്നത് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ പരിചിതനല്ലാത്ത BDJSൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചതെങ്കിൽ ഇപ്രാവശ്യം ചിരപരിചിതനായിട്ടുള്ള, ചിലപ്പോൾ ജനങ്ങൾക്കറിയാവുന്ന കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന സിനിമാ നടനെയാണ് BJPയും രംഗത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് മത്സരിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ വളരെ നീണ്ട സമയത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് കൃഷ്ണകുമാറിന് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നത്. കുമ്മനം രാജശേഖരനെ അടക്കം പരിഗണിച്ചിരുന്നൊരു മണ്ഡലം കൂടിയായിരുന്നു കൊല്ലം എന്നുള്ളത്. പക്ഷേ കൊല്ലത്ത് മത്സരിക്കുവാൻ ഒരു തരത്തിലും ഇഷ്ടപ്പെടാതിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു കുമ്മനം രാജശേഖരൻ. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുവാനുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പകരം ദേശീയ തലത്തിൽ BJPയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാറിനെ കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നതും. കാരണം കൃഷ്ണകുമാറിൽ നിന്ന് കഴിഞ്ഞ 2019 നേടിയ 1,08,000 വോട്ടുകളിൽ നിന്ന് ഇരട്ടിയിലധികം വോട്ടിലേക്ക് നേടിയെടുക്കുവാൻ കൃഷ്ണകുമാറിനാൽ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് BJP അവിടെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമല്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ 3 പേർ തമ്മിലുള്ള ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരം നടക്കുമ്പോൾ വിജയപ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് എൻ കെ പ്രേമേന്ദ്രൻ തന്നെയാണ്. അതിൽ സംശയമില്ല.